വെൽക്കം ടു ഓൾ. ഇനി നമുക്കുള്ളത് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങും കോൺട്രിബ്യൂഷൻ അപ്രോച്ചും തമ്മിലുള്ള ഒരു ഒരു കമ്പാരിസൺ ആണ് പറയുന്നത്. ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാലും കോൺട്രിബ്യൂഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞാലും ദ ടൂസ് ആർ ഡിഫറെൻറ്റ്. ബിക്കോസ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാർജിനൽ കോസ്റ്റിങ്ങിലൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. അതായത് എക്സസ് ഓഫ് സെയിൽസ് റവന്യൂ ഓവർ വാരിയബിൾ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സസ് ഓഫ് സെയിൽസ് റവന്യൂ ഓവർ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. നമ്മൾ കോൺട്രിബ്യൂഷൻ അപ്രോച്ച് ആണെങ്കിൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും, മെറ്റീരിയൽ കോസ്റ്റ് വരും, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് വരും, വാരിയബിൾ ഓവർ ഹെഡും വരും. പക്ഷേ ത്രൂപുട്ടിൽ നമ്മളെന്താണ്, എല്ലാ എക്സ്പെൻസിനെയും എക്സെപ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ബാക്കിയുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ എന്താണ്, ത്രൂപുട്ടിന് എഗൈൻസ്റ്റ് ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത്. സോ നമുക്കറിയാം എന്താണ്, ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ സെയിൽസ് മൈനസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ് എന്ത്, ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആ ത്രൂപുട്ട് കോൺട്രിബ്യൂഷന് ഡയറക്റ്റ് ലേബർ ആൻഡ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് കുറച്ചാൽ വി വിൽ ഗെറ്റ് ദ കോൺട്രിബ്യൂഷന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദ പ്രോഫിറ്റ്. സോ സെയിൽസ് മൈനസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ് എന്ത്, ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ത്രൂപുട്ട്, ആ ത്രൂപുട്ടിൽ നിന്ന് ഡയറക്റ്റ് ലേബർ കോസ്റ്റും മറ്റു വാരിയബിൾ എക്സ്പെൻസും കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത്, കോൺട്രിബ്യൂഷൻ. ആ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പ്രോഫിറ്റ് കിട്ടുന്നത്. സോ ത്രൂപുട്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ത്രൂപുട്ട് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഇൻ വിച്ച് ഓൺലി ത്രൂപുട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ എക്സ്പെൻസുകളും ആ പീരീഡിലെ കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഡയറക്റ്റ് മെറ്റീരിയൽ സെയിൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന റേറ്റ് ഇൻക്രീസ് ചെയ്യാനാണ് ത്രൂപുട്ട് കോസ്റ്റിങ്ങിൻ്റെ എയിം. സോ അതായത് ത്രൂപുട്ട് കോസ്റ്റിംഗ് ഈസ് എ സൂപ്പർ വാരിയബിൾ കോസ്റ്റിംഗ് വെൻ ഓൺലി ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആർ ട്രൂലി വാരിയബിൾ. ദെൻ നമുക്കറിയാം ത്രൂപുട്ട് കോസ്റ്റിങ്ങിൻ്റെ കീഴിലുള്ള ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റാണിത്. ഇത് പഠിക്കണം, നമുക്ക് ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. സോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, സെയിൽസ് റവന്യൂ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് മെറ്റീരിയൽസ് ലെസ് ചെയ്യും. സോ വി വിൽ ഗെറ്റ് ദ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ആ ത്രൂപുട്ട് കോൺട്രിബ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ലെസ് ചെയ്യുക. ആ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസുകൾ, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്, എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യും, ലെസ് ചെയ്യും. സോ വി വിൽ ഗെറ്റ് ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. സോ സെയിൽസ് റവന്യൂന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത്, ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ. ആ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സോൾഡ് ചെയ്ത ഗുഡ് റിലേറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റാണ് നമ്മൾ ലെസ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന ത്രൂപുട്ടിന് എഗൈൻസ്റ്റ് ബാക്കി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ചാർജ് ചെയ്യുക. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ത്രൂപുട്ട് കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ വി ഹാവ് ടു റെക്കോർഡ് ബോത്ത് ദ ഡിഫറൻസ് ആൻഡ് സിമിലാരിറ്റീസ്. അതിൽ സിമിലാരിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, രണ്ടെണ്ണത്തിലും വി ട്രീറ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ ആസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അത് രണ്ടും നമ്മൾ ചാർജ് ചെയ്യുന്നത് എന്താണ്, ആ പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ആ പീരീഡിൽ സോൾഡ് ചെയ്ത സെയിൽസ് റവന്യൂവിന് എഗൈൻസ്റ്റ് ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ രണ്ട് മെത്തേഡിലും എന്താണ്, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഒക്കെ നമ്മളെന്താണ്, പീരീഡ് കോസ്റ്റുകളായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി സോൾഡ് ഈക്വൽ ടു ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ആണെങ്കിൽ രണ്ട് മെത്തേഡിലും സെയിം പ്രോഫിറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക.
ഇനി നമുക്കറിയാം ഈ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും തമ്മിൽ എന്തുണ്ട്, ഡിഫറൻസുകളും ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എന്താണ്, നമ്മൾ ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ ഡയറക്റ്റ് മെറ്റീരിയൽ മാത്രമാണ് പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലോ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വാരിയബിൾ ഫാക്ടറി ഓവർ ഹെഡ്, ഫിക്സഡ് ഫാക്ടറി ഓവർ ഹെഡ് ഒക്കെ എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും നമ്മൾ അബ്സോർപ്ഷൻ മെത്തേഡിൽ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ ഡയറക്റ്റ് മെറ്റീരിയൽ മാത്രമാണ് പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. അബ്സോർപ്ഷൻ മെത്തേഡിൽ ഡയറക്റ്റ് മെറ്റീരിയലും ലേബറും എല്ലാ ഓവർ ഹെഡുകളും നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ പ്രകാരം എന്താണ്, എല്ലാ കോസ്റ്റും, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ ഒഴികെയുള്ള ബാക്കി എല്ലാ കോസ്റ്റും എന്താണ്, ആ പീരീഡിലെ ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ ആ പീരീഡിലെ കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്താണ്, നമ്മൾ എന്താണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലാവുമ്പോൾ അങ്ങനെയല്ല. നമ്മളെന്താണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലാവുമ്പോൾ നമ്മൾ ഇതിന് നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. എന്താണ്, നമ്മൾ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, പീരീഡ് കോസ്റ്റുകളായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫാക്ടറി ഓവർ ഹെഡ് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ത്രൂപുട്ട് കോസ്റ്റിങ്ങിലാണെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ ഒഴികെ ബാക്കി എല്ലാ കോസ്റ്റുകളും നമ്മൾ പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലോ നമ്മൾ എന്താണ് ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് മെറ്റീരിയലും വാരിയബിൾ ഓവർ ഹെഡും ഒക്കെ എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ടാണ്. സെല്ലിങ് അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകൾ മാത്രമാണ് പീരീഡ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് അൺസോൾഡ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ് വാല്യൂ ചെയ്യുന്നത് ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് വെച്ചിട്ടാണ്. അതായത് ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് പ്ലസ് വാരിയബിൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എക്സ്പെൻസിൻ്റെ വെച്ചിട്ടാണ്. അതായത് ടോട്ടൽ മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. പക്ഷേ എന്താ, അതായത് ക്ലോസിംഗ് സ്റ്റോക്കിൽ എല്ലാ കോസ്റ്റിൻ്റെയും ഷെയർ ഉണ്ടാവും. ഡയറക്റ്റ് ലേബറിൻ്റെ, ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ, ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ, പിന്നെന്താണ് ഓവർ ഹെഡുകളുടെ, ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒക്കെ. പക്ഷെ ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ്. അതിനകത്ത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ ഷെയർ മാത്രമാണ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ എന്താണ് ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ എന്താണ് ക്വാണ്ടിറ്റി സെയിൽ ചെയ്യുന്നത് കുറവാണെങ്കിൽ, അതായത് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാട്ടിലും ഒരുപാട് കുറവാണ് ക്വാണ്ടിറ്റി സോൾഡ് ചെയ്യുന്നതെങ്കിൽ പ്രോഫിറ്റ് എന്തായിരിക്കും, ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ കുറവായിരിക്കും. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനെക്കാട്ടിലും പ്രോഫിറ്റ് എന്തായിരിക്കും, ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ കുറവായിരിക്കും. അപ്പോൾ അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. സോ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ചോദിക്കാറുണ്ട് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും ത്രൂപുട്ട് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. പിന്നെ അതിൻ്റെ എന്താണ് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ത്രൂപുട്ട് കോസ്റ്റിങ്ങിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിൽ വെക്കുക. ആദ്യം സെയിൽസ് റവന്യൂ റെക്കോർഡ് ചെയ്യുക, ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഡയറക്റ്റ് മെറ്റീരിയൽ ലെസ് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ദ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ. സെയിൽസ് റവന്യൂവും ഡയറക്റ്റ് മെറ്റീരിയലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ആ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യുക, ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ, അതായത് ത്രൂപുട്ടിന് എഗൈൻസ്റ്റ് ആയിട്ടാണ് ബാക്കി എക്സ്പെൻസുകൾ നമ്മൾ ചാർജ് ചെയ്യുക. അപ്പോൾ ത്രൂപുട്ടിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ കുറയ്ക്കുക. ആ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലേബർ എക്സ്പെൻസ്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഒക്കെ കിട്ടും. അപ്പോൾ ആ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ, അതായത് ത്രൂപുട്ട് എന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചാൽ കിട്ടുന്ന സംഭവമാണ് എന്ത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ ഡയറക്റ്റ് മെറ്റീരിയൽ മാത്രമാണ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ, പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മളെന്താണ് പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ
കോസ്റ്റിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ് അതുമാത്രമാണ് പീരീഡ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ ഓവർ ഹെഡ്സും ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ്. സോ ആ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. അത് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യാം. താങ്ക്